സ്ത്രീ ഏതാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ പറയുന്ന കാര്യങ്ങൾ കൃത്യ നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന കാര്യം. ഈ വിവാഹം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു മാമാങ്കമാണ് അല്ലേ, വലിയൊരു ബിസിനസ്സാണ്. അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഒത്തിരി ആളുകളുടെ ഉപജീവനം പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ. നമ്മൾ പെൺകുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചമാണ് കല്യാണം എന്ന് പറഞ്ഞ്. ജീവിതത്തിൽ ഒരിക്കലേ നടക്കത്തുള്ളൂ, അത് കമനീയമാകണം, മനോഹരമാകണം, ആർഭാടമാകണം, ആഡംബരമാകണം, എല്ലാവരും കൺചുളിച്ച്. ഇതാരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും അങ്ങനെയാണ്. അപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് വരെ ഒറ്റ ദിവസം ഉണ്ടായിരുന്ന ഒരു കല്യാണം ഇന്നിപ്പോ എത്ര ചടങ്ങോടെയാണ് നടക്കണേ? ഇത് എവിടുന്ന് വന്നതാ? ഇതൊക്കെ ഇത് എവിടുന്ന് വന്നതാണ്? ഈ മെഹന്തി കല്യാണം എവിടുന്ന് വന്നു? സേവ് ദ ഡേറ്റ് എവിടുന്ന് വന്നു? ഈ തലേദിവസത്തെ മെഹഫിൽ എവിടെ നിന്ന് വന്നു? ഇതിനൊക്കെ ഒരു കൾച്ചറൽ റൂട്ട് ഉണ്ടെന്നാണ് വന്നത്. നിങ്ങൾ അറിയാതെ ഇതൊക്കെ പണ്ട് നൂറ്റാണ്ട് മുതൽ ഇവിടെ നടന്ന സംഭവമാണെന്നുള്ള തരത്തിലാണ് ആഘോഷിക്കുന്നത്. ഇത് കേവലം 4-5 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇതൊക്കെ മറ്റു ആളുകളുടേതാണ്. ഹിന്ദിയിൽ നടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ, UP-യിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഗുജറാത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി സമ്മിശ്രമാക്കി ഒരു അവിയലാക്കി ഒരു കച്ചവട പാക്കേജ് ആക്കി. മനസ്സിലായില്ലേ? ഇപ്പൊ അച്ഛനും അമ്മയും നിങ്ങൾ പറഞ്ഞു തന്തവൈബും തള്ളവൈബും പറഞ്ഞില്ലേ മോള്? ആ അച്ഛനും അമ്മയും തന്നെയാണ് സേവ് ദ ഡേറ്റിന് നിങ്ങളെ വിടുന്നത് ഇല്ലേ? അപ്പൊ റൈറ്റ്, ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് കയറൂരി അഴിച്ചു വിടുവാണല്ലോ. എന്താ മോളെ? അതെന്തുകൊണ്ടാ? യെസ്, എല്ലാ നാട്ടുകാരും ചെയ്യുന്നു, എല്ലാ പശുക്കളും അപ്പിയിടുന്നു. നമ്മുടെ പശു അപ്പിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമല്ലേ? ഡോക്ടറെ വിളിക്കണ്ടേ?